കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായി എങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമാണ് ജനങ്ങളിലേറെയും കഴിയുന്നത്. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നു. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുന്റെ പിന്നിൽ നമുക്ക് കാണാം നല്ല വെള്ളക്കെട്ടാണ്. എന്താണ് മിഥുൻ, ഇന്ന് പക്ഷേ ഒരു അന്തരീക്ഷം അല്പമൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിരി മിഥുന്റെ മുഖത്തുമുണ്ട്. വലിയ ആശ്വാസത്തിന്റെ ഒരു മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുന്നു അല്ലേ? രാഗി കൃഷ്ണരാജ്, ആശ്വാസത്തിന്റെ മണിക്കൂറുകളിലേക്ക് തന്നെ കിടക്കുന്നു. ആ ഒരു ആശ്വാസം കോട്ടയത്ത് ഉണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ മാറി നിന്നു, മഴയ്ക്ക് ശമനമുണ്ട്. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും മഴ മാറി നിൽക്കുന്നു എന്നുള്ള ആശ്വാസമാണുള്ളത്. പക്ഷേ മഴക്കെടുതി മാറണം എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി കഴിയണം. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര, അയ്മനം തുടങ്ങി പഞ്ചായത്തുകളിലാണ് അതിതീവ്ര വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത്. ഈ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയണം. അതിൻ്റെതായ ദുരിതം ഈ പ്രദേശങ്ങളിലുള്ളവർ നേരിടുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം കൂടുതലാണ്. 114 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ കോട്ടയത്ത് പ്രവർത്തിക്കുന്നത്. 3000-ന് മുകളിൽ ആളുകൾ ഈ ക്യാമ്പുകളിൽ ഉണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം രൂക്ഷമായി നിലനിൽക്കുമ്പോൾ കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുകയാണ്. പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ തുടങ്ങിയ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തി പിന്നീട് കായലിലേക്ക് പോവുകയാണ് പതിവ്. കിഴക്കൻ മേഖലയിൽ വെള്ളം ഇറങ്ങി ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും വെള്ളം ഇറങ്ങുകയും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും ഈ പടിഞ്ഞാറ് ഭാഗങ്ങളിലൊക്കെ അതിതീവ്ര വെള്ളപ്പൊക്കവും കൂടുതൽ മഴ ലഭിച്ചതുമാണ് ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമായത്. ഞാൻ നിൽക്കുന്നത് ഇറഞ്ഞാൽ റോഡിലാണ്. കോട്ടയത്ത് നിന്ന് ഇറഞ്ഞാൽ തിരുവഞ്ചൂർ റോഡിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്താണ് ഇന്നലെ NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ ഒഴിപ്പിക്കുകയും കുടുങ്ങിക്കിടക്കുന്നവരെ വീടുകളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്ത പ്രദേശമാണ്. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ പ്രദേശത്ത് മാത്രമല്ല, പടിഞ്ഞാറൻ മേഖലയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രീതിയിൽ തന്നെ ഇന്നലെ നമ്മൾ കണ്ട സമാനമായ സാഹചര്യത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. മഴ മാറി നിൽക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിലും വെള്ളപ്പൊക്കം ഭീഷണി മാറുകയും വെള്ളം ഒഴുകുകയും വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യും. നല്ല ആശ്വാസകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വള്ളങ്ങളിലും മറ്റുമാണ് ആളുകൾ ഈ ഒരു റോഡ് മുറിച്ച് കിടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വള്ളത്തിൽ ആളുകൾ അവരുടെ ആവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ വീടുകളിലും മറ്റും പോയി മറ്റ് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഭാഗത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനപ്പെട്ട റോഡാണ്. കോട്ടയം ടൗണിൽ നിന്നും തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന, ആയൂർക്കുന്നം ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഈ പുഴ പോലെ കിടക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും മിക്ക വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ മാറ്റുന്നതിനോ എടുക്കുന്നതിനോ ഒക്കെ വേണ്ടി അവരുടെ വീടുകളിലേക്ക് പോയതിനു ശേഷം തിരികെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അടക്കം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ, ആ ഭാഗത്തൊക്കെ വെള്ളം കുറവുണ്ടോ? വെള്ളം ഇറക്കുണ്ടോ? ഇല്ല. സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ചേട്ടൻ അവരുടെ വീട്ടിലേക്ക് പോയി. എങ്ങനെയുണ്ട്? ഇറക്കമുണ്ട്. ഉടനെ ഇനിയിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വെള്ളം ഇറങ്ങുന്നുള്ളൊരു ആശ്വാസമുണ്ട്. എവിടെ പോയതാണ്? ക്യാമ്പിലാണോ? ക്യാമ്പിലല്ല, വീട്ടിലാണ്. എവിടേക്ക് പോയിരുന്നു? ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ പോവാം. കറണ്ടില്ല. ശരി, പോകട്ടെ. അപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളും പറയുന്നത്. ആശ്വാസകരമായി തെളിഞ്ഞ കാലാവസ്ഥയാണ്. അന്തരീക്ഷം മേഘാവൃതമായിരുന്നു ഇന്നലെ ഈ സമയത്തൊക്കെ. രാവിലെ മുതലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ഉണ്ടായപ്പോൾ പക്ഷേ ഈ ഒരു സമയം തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാകുന്നു. കിഴക്കൻ മേഖലയിലും വെള്ളം ഇറങ്ങുന്നു. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴുന്നുണ്ട്, മണിമലയാറിൽ ജലനിരപ്പ് താഴുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയിലും വെള്ളം ഉടനെ ഇറങ്ങും. ഈ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ശമനമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നുമൊക്കെ ഉടനെ തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ നാശനഷ്ടമാണ് വീടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. വീട് ആദ്യത്തെ നിലയൊക്കെ മിക്ക വീടിൻ്റെയും പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ്. ഗൃഹോപകരണങ്ങളൊക്കെ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു, വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ ഒരു വലിയ നഷ്ടം ഇനി നികത്തുക എന്നുള്ളതാണ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായ പ്രദേശത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ വാഹനമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു അവസ്ഥ. ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിലും ഇപ്പോൾ മുട്ടിന് താഴെയാണ് വെള്ളമുള്ളത്. പക്ഷേ ഇന്നലെ മുഴുവൻ സമയവും പകൽ സമയം മുട്ടിന് മുകളിലായിരുന്നു, കഴുത്തിന് അറ്റം വെള്ളമുണ്ടായിരുന്ന പ്രദേശമാണ്. അവിടുന്ന് വെള്ളം ഇപ്പോൾ മുട്ടിന് താഴേക്ക് എത്തുമ്പോൾ ഈ വാഹനമൊക്കെ ഇവിടെ ഒറ്റപ്പെട്ടു പോയി വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. ഈ ഭാഗത്തുള്ള വീടുകൾ ഒറ്റപ്പെട്ടു പോയി, വീടുകൾ മുങ്ങി. ഈ ഭാഗത്താണ് ആദ്യം NDRF
NDRF സംഘം എത്തി, 30 അംഗ സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ ഒഴിപ്പിച്ചത്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മാറ്റിയത്. NDRF സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തിയ മേഖലയാണ്. അത്രയും തീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം നേരിട്ട മേഖലയായിരുന്നു. ഇനി ഉള്ളത് കുമരകത്ത് ഇല്ലിക്കൽ ഭാഗത്താണ് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ടായത്. കരിപ്പ ഭാഗത്താണ് ആർപ്പൂക്കരയിലെ അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ടായത്. അവിടെ എന്നും ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെയാണ് ആളുകൾ ആ ഭാഗങ്ങളിലെല്ലാം ഉള്ളത്. ഇനി അവരൊക്കെ തിരികെ എത്തണം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരികെ വീടുകളിലേക്ക് മടങ്ങണം. തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാകണേ എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള പ്രാർത്ഥന മാത്രമാണ് എല്ലാ മനുഷ്യർക്കും, ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. അവശ്യ വസ്തുക്കൾ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ മാറ്റിവെക്കുക, വീട്ടുപകരണങ്ങളൊക്കെ ഉയർന്ന സ്ഥലത്തേക്ക് എടുത്ത് മാറ്റുക, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്ന ഉദ്ദേശമൊക്കെ ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ ആ ഭാഗത്തൊക്കെ വീടുകളിലേക്ക് എന്താണ് സ്ഥിതി? കോട്ടയത്തും സ്ഥിതി വ്യത്യസ്തമല്ല. മഴ ശമിച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. ആ ദുരിതത്തിലാണ് അവിടത്തുകാർ. അക്കാര്യം പറയുകയായിരുന്നു മിഥുൻ മുരളി.